വയനാട് പുൽപ്പള്ളി ജനവാസ മേഖലയിൽ കടുവയിറങ്ങി. പുൽപ്പള്ളി താമരക്കുനി കവലയ്ക്കടുത്താണ് കടുവയെ കണ്ടത്. RRT സംഘം സ്ഥലത്തെത്തി. കടുവ ഇപ്പോൾ സമീപത്തെ തോട്ടത്തിനുള്ളിലാണുള്ളത്. അമരക്കുനി ഭാഗത്ത് കടുവ ഇറങ്ങിയതിനാൽ പരിസരവാസികൾ ജാഗ്രത പുലർത്തേണ്ടതാണ്. വയനാട്ടിൽ നിന്നും രതീഷ് വാസുദേവനാണ് വിവരങ്ങളുമായി ചേരുന്നത്. രതീഷ്, ജനവാസ മേഖലയിലാണ് കടുവ ഇറങ്ങിയിരിക്കുന്നത്. കടുവയെ പിടികൂടാനുള്ള നടപടികൾ ആരംഭിച്ചോ? അതുപോലെ തന്നെ ഏതെല്ലാം രീതിയിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നത്? സ്വതി, തീർച്ചയായും അമരക്കുനി പ്രദേശത്ത് കഴിഞ്ഞ തവണയും ഇതുപോലെ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കടുവ വളർത്തുമൃഗങ്ങളെ ഉൾപ്പെടെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് ഈ കടുവയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത്. പിന്നീട് നേരം പുലർന്നപ്പോഴാണ് കടുവ ആടിനെ ഉൾപ്പെടെ ആക്രമിച്ച് കൊലപ്പെടുത്തി തിന്നു എന്നൊക്കെ മനസ്സിലാക്കിയത്. തുടർന്ന് നാട്ടുകാർ വലിയ ജാഗ്രതയിലായി. അപ്പോഴാണ് തൊട്ടടുത്ത കൃഷിയിടത്തിൽ തന്നെ കടുവയുടെ സാന്നിധ്യം നാട്ടുകാർ ഉൾപ്പെടെ തിരിച്ചറിഞ്ഞത്. കടുവ ആ തോട്ടത്തിലേക്ക് കയറിപ്പോകുന്നത് കണ്ടു എന്നാണ് നാട്ടുകാർ വ്യക്തമാക്കിയത്. തുടർന്ന് RRT ഉൾപ്പെടെയുള്ള പ്രത്യേക വനംവകുപ്പിൻ്റെ സംഘം പ്രദേശത്തെത്തി. ഇപ്പോൾ പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമരക്കുനി വലിയ ജനവാസ കേന്ദ്രമാണ്. ആ ജനവാസ കേന്ദ്രത്തിനോട് ചേർന്ന കൃഷിയിടത്തിലാണ് ഇപ്പോൾ കടുവയുടെ സാന്നിധ്യം എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് ഇപ്പോൾ ഇന്ന് സ്കൂളുള്ള ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ സ്കൂളുകളിലേക്കൊക്കെ വന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ ഇപ്പോൾ തൽക്കാലം വീടുകളിൽ തന്നെ ഇരുത്താനാണ് അധികൃതരുടെ നിർദ്ദേശം. ആളുകളോട് പുറത്തിറങ്ങരുത്. ഈ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച് അല്ലെങ്കിൽ അവിടെ കടുവയില്ല എന്ന് ഉറപ്പുവരുത്തുന്നവരെ ആളുകൾ പുറത്തിറങ്ങരുതെന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വനംവകുപ്പിൻ്റെ പ്രത്യേക സംഘം ഈ പ്രദേശത്ത് നിരീക്ഷണത്തിലാണ്. വലിയ ആശങ്ക നാട്ടുകാർക്കുണ്ട്. കാരണം വളരെ കൂടുതൽ ആളുകൾ താമസിക്കുന്ന ജനവാസ കേന്ദ്രമാണ് അമരക്കുനി കവല. ആ കവലയോട് ചേർന്ന പ്രദേശത്താണ് കടുവയുടെ സാന്നിധ്യം ഇന്ന് പുലർച്ചെ ഉണ്ടായത് എന്നാണ് ജനങ്ങളെ വലിയ ആശങ്കയിലാക്കുന്നത്. കടുവയുടെ സാന്നിധ്യം ഈ തോട്ടത്തിനുള്ളിൽ ഉണ്ട് എന്ന് തന്നെയാണ് വനംവകുപ്പും കരുതുന്നത്. അതിനുള്ള സൂചനകളാണ് അവർക്ക് ലഭിക്കുന്നത്. എന്തായാലും RRT ഉൾപ്പെടെ പ്രദേശത്ത് കൃത്യമായ പരിശോധന നടത്തുന്നുണ്ട്, നിരീക്ഷണം നടത്തുന്നുണ്ട്. ആളുകൾ പ്രാഥമികമായി ഇപ്പോൾ ചെയ്യേണ്ടത് ജാഗ്രതാ നിർദ്ദേശം പാലിക്കുക, വീടിനുള്ളിൽ തന്നെ ഇരിക്കുക പ്രദേശത്ത് എന്നുള്ളതാണ്. ബൈക്കുകൾ മറ്റും ഉപയോഗിക്കരുത്. ഇപ്പോൾ ഈ പ്രദേശത്ത് അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് പ്രാഥമികമായി നടക്കുന്നത്. എന്തായാലും പ്രദേശത്ത് വനംവകുപ്പ് നിരീക്ഷണത്തിലാണ്. എങ്ങനെ ഇത് തരണം ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രദേശത്തെ ഈ കാട്ടിനുള്ളിൽ, ഈ തോട്ടത്തിനുള്ളിൽ, കാട് പിടിച്ച് കിടക്കുന്ന തോട്ടമാണ്. ആ തോട്ടത്തിനുള്ളിൽ കടുവയുടെ സാന്നിധ്യമുണ്ട് എന്ന്